പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാക് ബന്ധം വഷളായതോടെ കടലിൽ കോംബാറ്റ് ഫയറിംഗ്. DRDOയും നാവികസേനയും സംയുക്തമായാണ് കോംബാറ്റ് ഫയറിംഗ് നടത്തിയത്. തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് പരീക്ഷിച്ചത്. കടലിലെ പ്രതിരോധത്തിന് കരുത്തുപകരുന്ന പരീക്ഷണമായിരുന്നു. വെള്ളത്തിനടിയിലുള്ള നൂതന നാവിക ഖനിയായ MIGM, DRDOയുടെ പൂനെയിലെ ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലാബോറട്ടറി, ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക്സ് റിസർച്ച് ലാബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് വികസിപ്പിച്ചത്. കപ്പലുകൾ, അന്തർവാഹിനികൾ തുടങ്ങിയവയെ നശിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത സ്ഫോടക വസ്തുക്കളാണ് നാവിക മൈനുകൾ. അവ വെള്ളത്തിനടിയിൽ വിന്യസിക്കും. ശത്രു കപ്പലുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ സ്ഫോടനത്തിന് കാരണമാകും. മൈനുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് കപ്പൽ പാതകൾ തടയാനും തുറമുഖ പ്രവേശന കവാടങ്ങൾ സംരക്ഷിക്കാനും തുടങ്ങിയ പ്രതിരോധ ആക്രമണ ആവശ്യങ്ങൾക്കാണ്. ശത്രു രാജ്യങ്ങളിൽ നിന്ന് സ്റ്റെൽത്ത് കപ്പലുകൾ, അന്തർവാഹിനികൾ ഉൾപ്പെടെ രാജ്യപരിധിയിലേക്ക് കടക്കുന്നത് തടയുന്നതിന് ഗ്രൗണ്ട് മൈൻ പ്രയോജനപ്പെടും. ഇന്ത്യയുടെ സമുദ്രാതിർത്തി സംരക്ഷിക്കുന്നതിന് പുതിയ പരീക്ഷണം കൂടുതൽ കരുത്തുപകരുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.